ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലത്തെയും അതുപോലെ തന്നെ മിനിഞ്ഞാന്നത്തെ US യൂറോപ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് ഫ്ലാറ്റ് ടു ബെറ്റർ ഓപ്പണിംഗ് കാഴ്ചവെക്കാനാണ് ചാൻസസ് കൂടുതൽ. കാരണം ഇന്ന് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ചൈനീസ് മാർക്കറ്റുകളൊക്കെ ബെറ്റർ ആയിരുന്നു ഏഷ്യയിൽ, മറ്റ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്ലഗിഷ്നെസ്സിന് കാരണം US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന ഡിസിഷൻ നീണ്ടുപോയി ാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വലിയ രീതിയിലുള്ള ക്രാഷൊന്നും അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ജനറൽ സെൻറ്റിമെൻറ്റ് കുറച്ച് നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് മാറി എന്ന് മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ കമ്മോഡിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2388.4 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ പക്ഷേ താഴെ വന്നിരിക്കുകയാണ്. $90-91 പെർ ബാരൽ ലെവലിൽ നിന്ന് ഇപ്പോൾ $87.5 പെർ ബാരലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി ക്രൂഡ് ഓയിലാണ്. അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഒപ്പം മറ്റ് മെറ്റൽ ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കോപ്പർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2 ഇയർ ഹൈയിലാണ് ഇപ്പോൾ കോപ്പർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കോപ്പറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഒപ്പം സിങ്ക്, അലുമിനിയം, ടിന്ന് ഇത്തരത്തിലുള്ള മെറ്റൽ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ കാണാനുണ്ട്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെയും ബെറ്റർ ആയിരുന്നു, ഇന്നും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ദിവസമാണ്. അടുത്ത തിങ്കളും ചൊവ്വയൊക്കെ എലോൺ മസ്ക് ഇന്ത്യയിൽ എത്താണ്. ടെസ്ലയുടെ ജോയിൻറ്റ് വെഞ്ചർ ഒരു പക്ഷേ അനൗൺസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. റിലയൻസ് ആയിട്ട് ആയിരിക്കാം ഒരു പക്ഷേ ടെസ്ല ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നുള്ള റൂമേഴ്സാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അവർ ടാറ്റ ഇലക്ട്രോണിക്സ് ആയിട്ട് സെമി കണ്ടക്ടർ സോഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം സ്റ്റാർലിങ്ക് എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസസ് കൊടുക്കുന്ന കമ്പനിക്ക് ഇന്ത്യയിൽ അതിനുള്ള ലൈസൻസും കൂടി കിട്ടിയേക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ 3 കമ്പനികളായും ആവും സാറ്റലൈറ്റ് റിലേറ്റഡ് സർവീസസ് ഓഫർ ചെയ്യാൻ പോകുന്നു. റിലയൻസ് ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്, മൂന്നാമത് സ്റ്റാർലിങ്ക് ആവാനാണ് ചാൻസസ് കൂടുതൽ. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എലോൺ മസ്കിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഇന്ത്യയിലെ സ്പേസ് റിലേറ്റഡ് കമ്പനികളിലും വന്നേക്കാം എന്നുള്ള ന്യൂസുകളാണ് വരുന്നത്. അദ്ദേഹം ഇവിടെ പല പ്രൈവറ്റ് സ്പേസ് കമ്പനികളായിട്ട് ഡിസ്കഷൻ നടത്തുന്നുള്ള ന്യൂസുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പൊതുവെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഉള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഒപ്പം ഗവൺമെൻറ് മുമ്പ് അനൗൺസ് ചെയ്തിരുന്ന FDA നോംസ് ഇന്നലെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പേസ് സെക്ടറിൽ ധാരാളം ലിബറലൈസ്ഡ് FDA അനൗൺസ്മെൻറ്റുകൾ വരുത്തിയിട്ടുണ്ട്. ഇത് പൊതുവെ സ്പേസ് സെക്ടറിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. പ്രത്യേകിച്ച് എലോൺ മസ്കിൻ്റെ ഒരു JV ഒക്കെ അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ അതാത് കമ്പനികൾ നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സും മറ്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഇപ്പോൾ ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നത് LNT, മൈൻട്രി, അതുപോലെ തന്നെ സിൻജിൻ ഇന്റർനാഷണൽ, ന്യൂലാൻഡ് ലാബ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലാക്കിയാണ് നല്ല രീതിയിൽ ബൈ നടക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒപ്പം ഐഡിയയുടെ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് 5400 കോടി രൂപ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 11 രൂപ പെർ ഷെയർ ആണ്. GQG പാർട്ട്നേഴ്സ് 13.1347 കോടി രൂപയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫർദർ ഓപ്പൺ ബിഡിലും അവർ ബിഡ് ചെയ്യുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഐഡിയനെ സംബന്ധിച്ച് വേഴ്സ്റ്റ് സീംസ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആങ്കർ ബുക്കിൽ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. വീണ്ടും അവർ ഓപ്പൺ ബുക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ ഐഡിയയുടെ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ ഒരു വൻ ഹിറ്റായി മാറാനുള്ള ചാൻസസ് ആണ്. വലിയൊരു അപ്രിസിയേഷനൊന്നും സ്റ്റോക്ക് പ്രൈസിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, എന്നിരുന്നാലും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ.
അംബുജ സിമൻറ്റ് നമുക്കറിയാം, നമ്മുടെ തന്നെ ഒരു ടോപ്പിക്കായിരുന്നു. ഒരു വർഷം മുമ്പ് ഓൾമോസ്റ്റ് 100% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിട്ടുണ്ട്. അഡാനി ഗ്രൂപ്പ് അവരുടെ സ്റ്റേക്ക് 70.3% ഉയർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണിത്. കാരണം ഒരു പ്രൊമോട്ടർ ഇത്ര വലിയ രീതിയിൽ തങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഫ്യൂച്ചർ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നത്. അപ്പോൾ അഡാനി പ്രൊമോട്ടേഴ്സിൻ്റെ ഒപ്പം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അംബുജ സിമൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകന് നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്ന നന്നായിരിക്കും. മാർക്കറ്റ് താഴെ വരുമ്പോഴൊക്കെ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇനി നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് AB ക്യാപിറ്റൽ. വലിയ അനൗൺസ്മെൻറ്റുകളാണ് ഡിജിറ്റൽ രംഗത്ത് AB ക്യാപിറ്റൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ബിസിനസ് പ്ലാനുകളൊക്കെ അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളും അതുപോലെ തന്നെ ബിസിനസ് പെനട്രേഷനൊക്കെയാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിമെൻറ്റ് ഡീലേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ ഐഡിയയിൽ 25 കോടി കസ്റ്റമർ ബേസ് ഉണ്ട്, മറ്റ് കമ്പനികളുടെ കസ്റ്റമർ ബേസ് ഉണ്ട്. ഓവറോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ AB ക്യാപിറ്റലിൽ അവരുടെ NBFC ഉണ്ട്, ആദിത്യ ബിർള ഫിനാൻസ് റിവേഴ്സ് മെർജ് ചെയ്യാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ ഒന്നും തന്നെ മാറാൻ പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ്. ആദിത്യ ബിർള ഫിനാൻസിന് 2025 സെപ്റ്റംബറിന് മുമ്പ് IPO യിലൂടെ സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്യണം. കാരണം ഇന്ത്യയിലത്തെ 4th ലാർജസ്റ്റ് NBFC ആണ്. ആദ്യത്തെ 15 NBFCകൾക്ക് അടുത്ത വർഷം സെപ്റ്റംബറിന് മുമ്പ് പബ്ലിക് ഇഷ്യൂ നടത്തണം എന്നുള്ളൊരു ഡയറക്റ്റീവ് RBI കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ആദിത്യ ബിർള ക്യാപിറ്റൽ പബ്ലിക് ഇഷ്യൂവിന് പകരം റിവേഴ്സ് മെർജ് ചെയ്ത് ആദിത്യ ബിർള ക്യാപിറ്റൽ റിവേഴ്സ് മെർജ് ചെയ്യാനാണ് പോകുന്നത്. ആദിത്യ ബിർളനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. നമ്മൾ മുമ്പ് തന്നെ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുള്ള കൂടിയാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ആദിത്യ ബിർള ക്യാപിറ്റൽ നല്ലൊരു ബെറ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഡെലിവറി ബേസ്ഡ് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ലോട്ടസ് ചോക്ലേറ്റ്, മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ വർഷം അത് 113 രൂപ പെർ ഷെയർ ആയിട്ടാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 450 രൂപയാണ് ട്രേഡ് ചെയ്യുന്നത്. അറൗണ്ട് 3 ടൈംസ് കയറി കഴിഞ്ഞു. എക്സലൻറ്റ് ക്വാർട്ടർ ഫോർ റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ് ലോട്ടസ് ചോക്ലേറ്റിനെ സംബന്ധിച്ച്. ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 12.84 കോടിയുള്ളൂ, 10 രൂപയാണ് ഫേസ് വാല്യൂ. പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്ന 72.07% ആണ്. അപ്പോൾ ലോട്ടസ് ചോക്ലേറ്റിനെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ജനറലി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ എവരി ഫാളിൽ ധാരാളം ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അത്തരത്തിലുള്ള സ്റ്റോക്കാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ DCB ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, IDFC ഫസ്റ്റ് ബാങ്ക്, കർണാടക ബാങ്ക്, ഈ ബാങ്കുകളിലൊക്കെ എവരി ഫാളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അക്യുമുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ കൗണ്ടറുകളിലൊന്ന് കണ്ണുവെക്കുന്നത് നന്നായിരിക്കും. വേദാന്ത നമ്മുടെ ടോപ്പിക്കുകളിലൊന്നാണ് വേദാന്ത. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. അവരിപ്പോഴും വീണ്ടും പറയുന്നത് അവരുടെ ഡീമർജർ ഡിസംബറിൽ അവസാനിക്കുന്നതാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് മാനേജ്മെൻറ്റിന് ഈ ഡീമർജറിന് ശേഷമുള്ളത്. വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഇൻക്രീസ് ആണ്. അറൗണ്ട് 50% ഇൻക്രീസ് ആണ് ഡീമർജറിന് ശേഷം എല്ലാ കമ്പനികളും കൂടി പോസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രോമിസിങ് ആണ്. എനിക്ക് തോന്നുന്നു കറണ്ട് ലെവലിൽ നിന്ന് ഒരുപക്ഷെ 100% റിട്ടേൺ വരെയൊക്കെ ലോങ് ടേമിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡീമർജറിന് ശേഷം 6 കമ്പനികളുടെയും കൂടി സം ഓഫ് ദ പാർട്സ് വാല്യുവേഷൻ നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉള്ള കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ്. ഒപ്പം ഹിന്ദുസ്ഥാൻ സിങ്കും അത്തരത്തിലുള്ളൊരു ഡീമർജർ പ്രപ്പോസലൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് എതിർപ്പുണ്ടാവുന്നുള്ള രീതിയിൽ അത് ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ടേക്കപ്പ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ അത്തരത്തിലുള്ള ഡിസിഷൻ വരികയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് 3 കമ്പനികളായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കാം ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ. ക്വാർട്ടർ 4 റിസൾട്ടുകൾ ഇന്ന് ഇൻഫോസിസ് ഉണ്ട്, HDFC ലൈഫ് ഉണ്ട്, അതുപോലെ തന്നെ ബജാജ് ഓട്ടോ ഒക്കെ ഉണ്ട്. ഇൻഫോസിസ് റവന്യൂ ഒക്കെ ഇയർ ടു ഇയർ വീക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോസിറ്റീവ് റിസൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ധാരാളം ഓർഡേഴ്സ് മുമ്പ് ബാഗ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ റിസൾട്ട് വന്നതിന് ശേഷം അത്തരത്തിലുള്ള ന്യൂസിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഒരു പക്ഷേ സ്റ്റോക്ക് പ്രൈസിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. HDFC ലൈഫ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്
എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബജാജ് ഓട്ടോയുടെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്ട് ആയിരിക്കുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ICICI ലൊംബാർഡിൻ്റെ Q4 റിസൾട്ട് ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു, ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ ഇൻഫോസിസ് പുതിയൊരു ഓർഡർ ബാങ്കിങ് കൂടി നടത്തിയിട്ടുണ്ട്. പ്രോക്സിമസ് ബെൽജിയം കമ്പനിയായിട്ട് ഒരു കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസിനുള്ള ഒരു സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ടാറ്റയുടെ ട്രെൻഡ് ഒരുപക്ഷെ ഫാബ് ഇന്ത്യൻ അക്യൂർ എന്ന ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ട്രെൻഡിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. IIFL ഫിനാൻസ് 1500 കോടി രൂപ റൈറ്റ്സ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 300 രൂപ പെർ ഷെയറാണ്. പേടിഎമ്മിൻ്റെ യൂസേഴ്സിനെ കസ്റ്റമേഴ്സിനെ മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. യെസ് ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI ഈ 4 ബാങ്കുകളിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ UPI ID മാറ്റം വന്നേക്കാം. UPI ID വരാൻ പോകുന്നത് യെസ് ബാങ്ക് ആണെങ്കിൽ @UPI അല്ലെങ്കിൽ ബാങ്കിൻ്റെ നെയിമിന് പകരം PTS എന്ന് വരും. അതുപോലെ തന്നെ HDFC ആണെങ്കിൽ HDFC എന്ന് വരും. SBI ആണെങ്കിൽ SBI എന്ന് വരും. അതുപോലെ തന്നെ UPI IDയുടെ കഴിഞ്ഞതിന് ശേഷം PT ആക്സിസ് എന്ന് വരും, ആക്സിസ് ബാങ്കിൻ്റെ ആണെങ്കിൽ. അപ്പോൾ പേടിഎമ്മിൻ്റെ ഓപ്പറേഷൻസ് ഈ 4 ബാങ്കുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഓപ്പറേഷൻസ്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത 2 ദിവസത്തെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് എലോൺ മസ്കിൻ്റെ വിസിറ്റും അനൗൺസ്മെൻറ്റുകളാണ്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് നമ്മുടെ റെഗുലേറ്റർ നടത്താനുള്ള ചാൻസസ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവരാമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് 10ൽ 9 ട്രേഡേഴ്സും ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബാങ്കുകളിലൊക്കെ റീറ്റെയിൽ ലെൻഡിങ് കൂടിയിട്ടുണ്ട്, അൺസെക്യൂർഡ് ലോണിൻ്റെ ലെൻഡിങ് കൂടിയിട്ടുണ്ട്. ഇതിലൊരു മേജർ പോർഷനും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ റെഗുലേറ്റർ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ട്രേഡേഴ്സും ഡെറിവേറ്റീവ്സിൽ, അത് പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എല്ലാ ഇയറും ഒരു എക്സാം പാസ്സാവണം. അതുപോലെ തന്നെ നെറ്റ്വർത്ത് ക്രൈറ്റീരിയയും കൂടി കൊണ്ടുവരാൻ പോകാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്ന തരത്തിലുള്ളൊരു അനൗൺസ്മെൻറ്റുകളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഇതിനൊരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള വോളിയം റിഡക്ഷനൊക്കെ ഒരു പക്ഷേ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ. ഇപ്പം നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലത്തെ വോളിയം സെഗ്മെൻറ്റിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 59.6% ബ്രോക്കേഴ്സിൻ്റെ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 27.3%. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 0.1% ഉള്ളൂ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 5.9% ഉള്ളൂ. മുമ്പ് 7.4% അപ്പോൾ നമ്മൾ കാണുന്ന ടേൺ ഓവറിൽ 60%, അറൗണ്ട് 60% ബ്രോക്കേഴ്സിൻ്റെ സ്വന്തം ട്രേഡാണ്, പ്രൊപ്രൈറ്ററി ട്രേഡാണ്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ, റീറ്റെയിൽ ട്രേഡ് വരുന്ന 27.3%. ഇവിടെ കൺട്രോൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും റീറ്റെയിൽ പാർട്ടിസിപ്പേഷനിൽ വീണ്ടും കുറവ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒപ്പം സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നെറ്റ്വർത്തും അതുപോലെ തന്നെ ഇതിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എക്സാം പാസ്സായി എന്താണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, എന്താണ് ലിവറേജ്, എന്താണ് റിസ്ക്, ഇതിലുള്ളതൊക്കെ പഠിച്ച് എക്സാം പാസ്സായിട്ടാണ് ഇനി ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അടുത്ത ദിവസങ്ങളിലൊക്കെ വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. നാഷണൽ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ 339 ലക്ഷം കോടിയാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ വരുന്നത്. F&Oയിൽ അതിൽ പ്രീമിയം മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 60,000 കോടി രൂപയേ ഉള്ളൂ പ്രീമിയം മാത്രമായിട്ട്. അപ്പോൾ പല ആർഗ്യുമെൻറ്റുകളും വരുന്നുണ്ട്. നാഷണൽ ടേൺ ഓവറിനെ ബേസ് ചെയ്ത് ഈ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് കാൽക്കുലേറ്റ് ചെയ്യരുത് എന്ന തരത്തിലുള്ള പല സജഷൻസൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മേൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ റെഗുലേറ്റർ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അപ്പോൾ നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല.
ഒപ്പം എക്സാം പാസ്സാവണം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഡെറിവേറ്റീവ് ടേൺ ഓവറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റികളെ സംബന്ധിച്ചൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. മറിച്ച് പ്രൊപ്രൈറ്ററി ട്രേഡിങ്ങിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ബ്രോക്കേഴ്സ് പ്രൊപ്രൈറ്ററി ബുക്ക് ട്രേഡ് ചെയ്യുന്നവരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷനൊക്കെ പാസ്സായിട്ടുള്ള എംപ്ലോയീസൊക്കെയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസസ് കുറവാണ്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ പല ദിവസങ്ങളിലും കാണുന്നുണ്ട്, പലരും PEC എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് മാർക്കറ്റിൽ പല ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് എന്താണ് PEC, കോളെക്സ് യൂറോപ്യൻ അല്ലെങ്കിൽ പുട്ട് യൂറോപ്യൻ എന്നുള്ള തിരിച്ചറിവില്ലാണ്ട് പലരും വഴി തെറ്റിക്കപ്പെടുന്നുണ്ട്. അത് മാറ്റാനും കൂടിയാണ് റെഗുലേറ്റർ ഇത്തരത്തിലുള്ള ഒരു മൂവ്. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ ശക്തിപ്പെടുത്തുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ റീറ്റെയിലിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആയിരിക്കുക. അല്ലെങ്കിൽ നെറ്റ്വർത്ത് ഇല്ലെങ്കിൽ നിങ്ങളെ KYC നോംസ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് നെറ്റ്വർത്തിനനുസരിച്ച് മാത്രം കൊടുക്കുക. ആ നെറ്റ്വർത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആ നെറ്റ്വർത്തിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഭാവിയിൽ ഒരുപക്ഷെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹെഡ്ജിങ്ങിന് ഒരുപക്ഷെ വേറെ കണ്ടീഷൻസൊക്കെ വന്നേക്കാം. കാരണം ധാരാളം ഡെലിവറി ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റേതായ ഹെഡ്ജിങ് ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നേക്കാം. പക്ഷേ അവരും എക്സാം പാസ്സാവേണ്ടതായ ഒരു റിക്വയർമെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇൻവെസ്റ്റേഴ്സിന് തരാനുള്ള ന്യൂസ്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഡെറിവേറ്റീവ് വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ അറിവ് വളർത്തുക. ഒപ്പം നിങ്ങളുടെ റിയൽ നെറ്റ്വർത്ത് കാണിക്കുക. അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.